കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ തനിച്ചു മത്സരിക്കാനുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ രാഹുൽ ഗാന്ധി ഇടപെടുകയുണ്ടായി. പിന്നാലെ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി കോൺഗ്രസ് ചർച്ചയ്ക്ക് തുടക്കമിടുകയും ചെയ്തു. സഖ്യം യാഥാർത്ഥ്യമായാൽ ഹരിയാനയിൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യമാണ് BJPയെ എതിരിടുന്നത്. പ്രാഥമിക ധാരണയനുസരിച്ച് 90-ൽ 83 സീറ്റുകൾ കോൺഗ്രസിനും 5 സീറ്റ് ആം ആദ്മി പാർട്ടിക്കും ശേഷിച്ച 2 സീറ്റുകൾ സമാജ്വാദി പാർട്ടിക്കും NCPക്കുമായി നൽകുവാനാണ് സാധ്യത. ഇക്കാര്യത്തിൽ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും AP നേതാവ് രാഘവ് ചന്ദ്രയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 10 സീറ്റ് വരെയാണ് AP ആവശ്യപ്പെടുന്നത്. സഖ്യം ദേശീയ തലത്തിലായിരുന്നുവെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുണ്ടാകില്ലെന്നുമായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഭൂപീന്ദർ ഹൂഡ വ്യക്തമാക്കിയിരുന്നത്. അടുത്ത വർഷം ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഹരിയാനയിൽ AAPയുമായുള്ള സഖ്യം തുടരുന്നത് സുപ്രധാന തീരുമാനത്തിലെത്തിയേക്കും. രാഹുൽ ഗാന്ധി ഇന്ന് ജമ്മു കാശ്മീരിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നതാണ്. ബനിഹാൽ മണ്ഡലത്തിലും ദുരു മണ്ഡലത്തിലും പൊതുപരിപാടികളിലും അദ്ദേഹം പ്രസംഗിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം വിപുലീകരിക്കും. പ്രാഥമിക ചർച്ചകൾക്കായി മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഭാര്യ കൽപ്പന സോറനും ഒപ്പമുണ്ടായിരുന്നു. അംഗബലം കൊണ്ട് JAM നയിക്കുന്ന മുന്നണിയിൽ കോൺഗ്രസ് ആണ് രണ്ടാമത്തെ വലിയ കക്ഷി. RJDയും സഖ്യത്തിന്റെ ഭാഗമാണ്. 2019-ൽ ഒപ്പമില്ലാതിരുന്ന ഇടതു പാർട്ടികൾ ഇക്കുറി സഖ്യത്തിന്റെ ഭാഗമായേക്കും. കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് എല്ലാ പാർട്ടികളും ആഗ്രഹിക്കുമ്പോഴാണ് ഇടതു പാർട്ടികൾ കൂടി സഖ്യത്തിലെത്തുന്നത്. 81 അംഗ നിയമസഭയിൽ 43 സീറ്റിലാണ് കഴിഞ്ഞ തവണ JAM മത്സരിച്ചത്. ഇക്കുറി 3 സീറ്റെങ്കിലും കൂടുതൽ മത്സരിക്കണമെന്നാണ് പാർട്ടി നിലപാട്. കഴിഞ്ഞ തവണ 31 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 33 സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്താമെന്നും പ്രതീക്ഷിക്കുന്നു.